എന്താണ് സംഭവിച്ചത്? അതിക്രൂരമായിട്ടാണ് BJP ജില്ലാ അധ്യക്ഷനെയും പ്രവർത്തകർക്കും എതിരെ ഇപ്പോൾ പോലീസ് ബലപ്രയോഗം നടത്തിയത്. എന്താണ് സംഭവിച്ചത്? അനധികൃത കെട്ടിടങ്ങൾ, ഫിറ്റ്നസ് ഇല്ലാത്തവ, ലൈസൻസ് ഇല്ലാത്തവ ഞങ്ങൾ അതിൽ കണക്കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതിലൊന്നാ വീണത്. അതിന്റെ അർത്ഥം എന്താ? മേയർ കൊലയാളിയാണ്. ഫിറ്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കോളറിന് വിളിച്ച് പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ ഞങ്ങളെ പിടിച്ച CI ഉണ്ടല്ലോ, ഞങ്ങൾ നിലത്തൂട്ട് വലിച്ചേച്ച CI ഉണ്ടല്ലോ, അയാളെ കൊലയാളിയെ പിടിച്ചു കൊണ്ടുവരാൻ പറ. ഞങ്ങൾ 3 പാവപ്പെട്ട ജീവൻ ഇവിടെ പോയപ്പോ പ്രതികരിക്കുമ്പോ അദ്ദേഹം പറയാ നിങ്ങൾ BJP ഇവിടെ നടക്കൂല, നിങ്ങൾ പോരെ, നിങ്ങൾ CIയുടെ വീട്ടിലേക്കാണോ പോയെ? മേയർ മറുപടി പറയട്ടെ, ഇതിന് ലൈസൻസ് കൊടുത്ത ടിക്കറ്റ് മറുപടി പറയട്ടെ. അത് പറയുമ്പോ ഈ ഇലക്ഷനിൽ ഇവിടെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു CIക്ക് വല്ലാത്ത വേദാറ്. BJPക്ക് അറിയില്ലെന്ന് അറിയേണ്ടത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ പോയെ? അതുകൊണ്ട് ഞങ്ങള് ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. ആദ്യം മേയർ പറഞ്ഞത് കാലപ്പഴക്കമുണ്ട്, അത് പൊളിക്കാൻ ആലോചിച്ചിരുന്നു എന്നാണ്. പക്ഷെ ഒടുവിൽ മേയർ മാധ്യമങ്ങളോട് പറയുന്നത് ലൈസൻസ് നൽകിയത് കെട്ടിടം അൺഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. നിങ്ങൾ അറിയോ, ഈ നഗര ഹൃദയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് 2 കൊല്ലമായി ടാക്സ് അടക്കാത്ത ഒരു കെട്ടിടത്തിന് പരിപാടി നടത്താൻ 5:30 മണിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്ന് 2 ആഴ്ച മുമ്പ് അനുവാദം കൊടുത്ത മേയറായത്. സെക്രട്ടറി അവിടെ ഉള്ളേ. ഇവരിൽ നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ഏത് DYFI നേതാവ് CIയുടെ രൂപത്തിൽ വന്നാലും ഞങ്ങൾ അങ്ങ് ജയിലിലിടുവന്നല്ലാതെ പുറകോട്ട് പോകില്ല. ഈ പാവങ്ങളുടെ ജീവൻ, കുടുംബം, ആ കുടുംബത്തോട് മറുപടി പറയട്ടെ. നരഹത്യക്ക് കേസെടുക്കണം. കൊലപാതകിയാണ് മേയർ, കൊലപാതകിയാണ് സെക്രട്ടറി, അവരാണ് ഇതിന്റെ ഉത്തരവാദി. CI ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ചാടിക്കടക്കാനാരാ? ഞങ്ങളന്ന് ഞങ്ങളെ വീട്ടിൽ പോയിട്ടാ ചോദിക്കണ്ടേ? മേയറോടല്ലേ ചോദിക്കണ്ടേ? സെക്രട്ടറിയോടല്ലേ ചോദിക്കണ്ടേ? കാരണം ഈ മേയറുടെ മുന്നേ, ഈ സെക്രട്ടറിയുടെ മുന്നേ അനധികൃത കെട്ടിടങ്ങളുടെ മുഴുവൻ വിവരങ്ങളും കൊടുത്ത ആളാ ഞാൻ. ഇപ്പൊ എനിക്ക് ചോദിച്ചൂടെ? അപ്പൊ CIക്ക് വല്ലാത്തൊരു പ്രയാസം. അദ്ദേഹം ഞങ്ങളെ വലിച്ചയച്ചു, പ്രശ്നമില്ല, ഞങ്ങളെ കൊന്നാലും ആ കുടുംബത്തിന് നീതി വേണം. അതിനാ ഞങ്ങൾ അടിച്ചോട്ടെ, ചവിട്ടിക്കോട്ടെ പൂട്ടിക്കൊണ്ട്. നിങ്ങൾ കണ്ടല്ലോ വലിച്ചയച്ചു കൊണ്ടുപോയത്. അതൊന്നും ഒരു മാനസികമായിട്ടും ഞങ്ങൾ തകരില്ല. പക്ഷേ തകർന്നു പോയത് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. മേയറോട് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന്, ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയണോ? പറ, നിങ്ങൾ മേയറോട് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന്. ഞങ്ങളല്ലാതെ ആരാ ചോദിക്കുക? പൊതുപ്രവർത്തകരല്ലാതെ ആരാ ചോദിക്കുക? അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. കൊലക്കുറ്റത്തിന് മേയർക്കെതിരെ, കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണം. അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശ്യാം, ഇതന്നെയാണ് BJP പ്രവർത്തകർ. കാരണം ഈ കോർപ്പറേഷനുള്ളിലേക്ക് ചാടിക്കടന്ന പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ മൃഗീയമായി പോലീസ് വളരെ നിഷ്ഠൂരമായി തന്നെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനുശേഷമാണ് ഗേറ്റിൽ പുറത്താക്കിയവർ ഇപ്പോൾ നിലവിൽ കുത്തിയിരിപ്പ് സമരം നടന്നത്. കൃത്യമായി തന്നെ മേയറുടെ മറുപടി ലഭിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ മേയർ മറുപടി പറയണം. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പ്രകാശ് ബാബു, BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ഇപ്പോൾ ഗേറ്റിന് മുന്നിൽ, കൗൺസിലർ നവ്യ ഹരിദാസ് ഉണ്ട് ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായി തന്നെ മേയർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം 3 പേരുടെ ജീവന് ഉത്തരവാദിത്തം മേയർ പറഞ്ഞേ തീരൂ. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ BJPയുടെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തുടരുന്നത്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കെട്ടുകാര്യസ്ഥത ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കാൻ പോലും പാടില്ല എന്ന ഉറച്ച തീരുമാനം, അങ്ങനെ ഒരു ധാർഷ്ട്യം, ആ രീതിയിലാണോ കോർപ്പറേഷന്റെ പെരുമാറ്റം?
തീർച്ചയായും ശ്യാം, അതായത് ഈ പ്രവർത്തകർ കോർപ്പറേഷന് മുന്നിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഗേറ്റ് അടച്ചുകൊണ്ട് പോലീസ് ഇത്തരത്തിലൊരു നിലപാട് തുടർന്ന് ഗേറ്റ് കടന്ന്, അതായത് മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് കയറിയ പ്രവർത്തകരോട് മേയറോട് നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്ന ചോദ്യമാണ് ചോദിച്ചത് എന്നുള്ളതാണ് പ്രകാശ് ബാബു വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഞങ്ങളല്ലാതെ പൊതുപ്രവർത്തകരല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ചോദിക്കേണ്ടത് എന്നുള്ള തിരിച്ചുള്ള മറുചോദ്യമാണ് പ്രകാശ് ബാബു ഉന്നയിച്ചത്. കാരണം ഈ പാവപ്പെട്ട 3 പേരുടെ മരണത്തിനാണ് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം ഇന്നിടെയായത്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകർ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ പ്രകാശ് ബാബു ഇക്കാര്യം നേരത്തെ തന്നെ അനധികൃതമായ കെട്ടിടങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിനെതിരെ എന്താണ് നടപടി ഉണ്ടാവാത്തത്, ഈ കെട്ടിട അനുമതി നൽകുന്നതിലെ ക്രമക്കേട്, ഈ അഴിമതിയൊക്കെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് BJP-യുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് തന്നെ ഈ വിഷയത്തിൽ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. പ്രകാശ് ബാബുവിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. രമ്യ, തീർച്ചയായും ശ്യാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാരണം ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ നിരവധി ഇത്തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങളുണ്ട്. ഇതുമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രകാശ് ബാബു മുന്നേ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. പ്രകാശ് ചേട്ടാ, നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് കോർപ്പറേഷനിൽ ഇത്തരം അനധികൃത കെട്ടിടങ്ങൾ ഉണ്ടെന്നും അത് നമ്മൾ തന്നെയല്ല BJP കോർപ്പറേഷനിൽ പുതിയങ്ങാടിയിലെ അനധികൃത കെട്ടിടം, പുതിയ ബസ് സ്റ്റാൻഡിലെ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ, വലിയങ്ങാടി, പുതിയറ, ഇതെല്ലാം നേരിട്ട് കോർപ്പറേഷൻ സെക്രട്ടറിയോട് സംസാരിച്ച ആളാണ് ഞാൻ. എന്നിട്ട് ഈ നാണം കെട്ട വർഗങ്ങൾ ചെയ്തത് ഒരു അനധികൃത കെട്ടിടത്തിൽ പരിപാടി നടത്താൻ ഹൈക്കോടതി നോ പറഞ്ഞപ്പോൾ പ്രത്യേക യോഗം 5:30 മണിക്ക് ചേർന്ന് 5 ഡിപ്പാർട്ട്മെന്റുകളെ ഒരുമിച്ചിരുത്തി അവിടെ പെർമിഷൻ കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ 19-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്താണെന്നറിയോ? ഈ കോർപ്പറേഷന്റെ മേയർക്കും സെക്രട്ടറിക്കും കോഴിക്കോട് ജില്ലാ കലക്ടർക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസെടുക്കാൻ ഇക്കഴിഞ്ഞ 19-ന് ഹൈക്കോടതി ഉത്തരവിട്ടത് അനധികൃത കെട്ടിടത്തിൽ പരിപാടി നടത്താൻ സാങ്ഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ഇതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ്. ഇതേപോലെ ഈ അൺഫിറ്റ് എന്ന് പറയുന്ന അൺഫിറ്റ് എന്ന് എഴുതി കൊടുത്തിട്ടുള്ളിടത്ത് 2 മാസം മുമ്പ് ഈ അപകടം സംഭവിച്ചതിന്റെ തൊട്ടപ്പുറത്ത് സാങ്ഷൻ കൊടുത്തു. ഇതൊക്കെ ആരാണ് ഇതിന്റെ പിറകിൽ? ആരാ ഇവിടെ ഭരിക്കുന്നത്? മേയർ ബഹുമാനപ്പെട്ട സദാശിവന്റെ പിറകിൽ ആരാണ്? വലിയൊരു കൊള്ള ലോബി ഈ ഓഫീസിന്റെ ഉള്ളിലുണ്ട്. ഇതൊന്നും ഇന്നലെയല്ല. അവരാണ് ഈ വ്യാജ കെട്ടിട നമ്പർ, പാസ്വേഡ് ചോർത്തി കെട്ടിട നമ്പർ കൊടുത്തത്. ആ ലോബിയാണിത്. ലക്ഷങ്ങൾ കൊടുത്താൽ എന്തും നടക്കും. 5 സെന്റ് ഭൂമിയിൽ താമസിക്കുന്നവന് ഒരു കൂര കെട്ടി അതൊരു 10 മീറ്റർ പുറത്തോട്ട് വന്നാൽ ഉടനെ തന്നെ പോയി JCB എടുത്ത് പറിക്കുന്ന കോർപ്പറേഷനായത്. ഇവിടെ കണ്ടില്ലേ, 3 ജീവൻ പോയി. ആര് മറുപടി പറയും? ആ കുടുംബത്തോട് മറുപടി പറയട്ടെ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു CI ഇതുവരെ കണ്ടിട്ടില്ല. എവിടുന്ന് അദ്ദേഹം പൊട്ടിയിറങ്ങി ചോദിക്കുക, മേയറോട് ചോദിക്കാം, നിങ്ങളാരാ? ഇവരാ അവിടെ 3 പേര് മരിച്ചപ്പോൾ ഇവരുടെ നാക്കിറങ്ങിപ്പോയോ? ഞങ്ങൾ എവിടെയാ പോകേണ്ടത്? ഞങ്ങൾ കമ്മീഷൻ ഓഫീസിലാണോ പോകേണ്ടത്, മേയറുടെ ഓഫീസിലാണോ? നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹം കാണിച്ച പരാക്രമം. പ്രത്യേക ഇൻട്രസ്റ്റാ. മൂപ്പറാണ് ഈ ബിൽഡിങ്ങിന്റെ ഓണർ പോലെയാണ് പെരുമാറ്റം. ഇതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഞങ്ങളെ ജയിലിലിടും. തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. നടക്കട്ടെ, ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിന്നോളും. മുൻ ഭരണസമിതി കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. മുൻ ഭരണസമിതിയിലെ മുസാഫർ അഹമ്മദും കൊള്ളക്കാരുമാണ് ഇവിടെ ഭരിച്ചത്. ആ കൊള്ളക്കാരുടെ പിന്മുറക്കാർ ഇവിടെ ഇപ്പോഴുണ്ട്. അവരാണ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള മേയറൊക്കെ വരും നോക്കുകുത്തിയ പാർട്ടി പറയുന്നിടത്തിൽ ഒപ്പിട്ട് കൊടുക്കും. മുസാഫർ അഹമ്മദ് ഇപ്പോ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് പറയും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാ ഞങ്ങളെ മുഴുവൻ കൗൺസിലർമാരുണ്ടല്ലോ. നവ്യ ഹരിദാസ് ഈ വിഷയം കോർപ്പറേഷന്റെ ഉള്ളിൽ ഉന്നയിച്ചല്ലോ. ഞങ്ങളുടെ കോർപ്പറേഷൻ കൗൺസിലർമാർ ഉന്നയിച്ചല്ലോ. എന്താ ഉത്തരവില്ലാത്ത? ഇവർ മറുപടി പറയട്ടെ. ഹൈക്കോടതി ഉത്തരവ് ഞാൻ കാണിച്ചു തരാം. ഈ 19-ന് ഇറങ്ങിയ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇനിയും നിങ്ങൾ അനധികൃത കെട്ടിടത്തുമായി മുന്നോട്ട് പോയാൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ, കലക്ടർക്കെതിരെ, കമ്മീഷണർക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് 4 ദിവസമായിട്ടേ ഉള്ളൂ. ഇതറിയാത്തവരാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോവും. ഞങ്ങൾ സമരമായിട്ട് തന്നെ പോവും. ശ്യാം, തീർച്ചയായും ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് BJP നടത്തുന്നത്. കഴിഞ്ഞ ഭരണസമിതി ഉൾപ്പെടെ, കാരണം കഴിഞ്ഞ തവണയും ഇത്തവണയും ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികളും എല്ലാം ഉന്നയിച്ചതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ ആയിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും നടപടി എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് BJP നിലവിൽ ആരോപിക്കുന്നത്. ഇതിനാൽ തന്നെയാണ് വളരെ കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് BJP നീങ്ങുന്നത്. ശ്യാം, കോഴിക്കോട് അതിശക്തമായ പ്രതിഷേധമാണിപ്പോൾ അലയടിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് വലിയങ്ങാടിയിലാണ് പഴയ പാസ്പോർട്ട് കെട്ടിടം തകർന്നു വീണെന്ന് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ഇത്രയും വലിയൊരു ദുരന്തം വരുത്തിവെച്ചത് എന്നാണ് BJP ആരോപിക്കുന്നത്. ഈ അനാസ്ഥ, കോർപ്പറേഷന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് അലയടിക്കുന്നത്.
രമ്യ, എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മതിൽ ചാടിക്കടന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഒപ്പം തന്നെ പോലീസ് അവരെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടത്തിയില്ലേ? തീർച്ചയായും രാഖി, അല്പം മുൻപാണ് ഇത്തരത്തിൽ വലിയങ്ങാടിയിലെ ഒരു ബിൽഡിംഗ് തകർന്നുകൊണ്ട് 3 പേരുടെ മരണത്തിനിടയാക്കിയത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കാരണം കൃത്യമായി തന്നെ ഇത്തരത്തിൽ അനധികൃതമായ കെട്ടിടങ്ങൾ തുടങ്ങിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻ വർഷങ്ങൾ ഉൾപ്പെടെ കൗൺസിലിന്റെ കാലത്തുൾപ്പെടെ BJP പലതവണ ഉന്നയിച്ചതാണ് ഇത്തരം വിഷയങ്ങളിൽ സത്വര നടപടി കോർപ്പറേഷനിൽ നിന്നും വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തന്നെ അലംഭാവത്തോടുള്ള നടപടിയാണ് കോർപ്പറേഷൻ കൈക്കൊണ്ടതെന്ന് BJP അന്നും ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇന്ന് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഒരു കൃത്യമായൊരു അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് BJP നീങ്ങുന്നത്. കോർപ്പറേഷനിലേക്ക് കൃത്യമായി തന്നെ പ്രതിഷേധ മാർച്ചോടുകൂടി എത്തിയ BJP പ്രവർത്തകരെ ഗേറ്റിൽ പോലീസ് തടയുകയായിരുന്നു. തുടർന്നാണ് മതിൽ ചാടിക്കടന്ന ഒരു അവസ്ഥയിലേക്ക് കോർപ്പറേഷനിൽ പ്രവർത്തകർ നീങ്ങിയത്. തുടർന്ന് മതിൽ കോമ്പൗണ്ടിലേക്ക് എത്തിയ BJP പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയാണ് പോലീസ് കൈക്കൊണ്ടത്. കൃത്യമായി തന്നെ പ്രവർത്തകരെ ഉൾപ്പെടെ വലിയ തോതിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ പിന്നീട് പുറത്തു കടന്ന പ്രവർത്തകർ, അതായത് മതിൽക്കെട്ടിന് വെളി ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്ന പ്രവർത്തകരാണ് നിലവിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മേയർക്കെതിരെ നടപടിയെടുക്കണം. കാരണം ഇതിൽ കൊലക്കുറ്റത്തിന് മേയർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ BJPയുടെ പ്രതിഷേധം നടക്കുന്നത്. കാരണം ഈ വിഷയം പലതവണ BJP ഉന്നയിച്ചിട്ടും ഈ വിഷയത്തിൽ ഒരു കൃത്യമായി തന്നെ നടപടി കൈക്കൊള്ളാൻ ഇതുവരെ ആയിട്ടും മേയറോ അല്ലെങ്കിൽ കോർപ്പറേഷനോ തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഈ 3 പേരുടെ മരണത്തിന് മേയറും ഉത്തരവാദിയാണ് എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ BJPയുടെ സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം പുരോഗമിക്കുന്നത്. രാഖി, എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രമ്യ സൂചിപ്പിച്ചതുപോലെ ഇത് നേരത്തെ തന്നെ ജീർണിച്ച അവസ്ഥയിലുള്ള കെട്ടിടമായിരുന്നു. അത് എങ്ങോ അവിടെ നിന്ന് നീക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരുന്നു. അത് തന്നെയാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം തന്നെ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയങ്ങളാണ്. പക്ഷേ ഒരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളതാണ്. ജീവനെടുത്ത അനാസ്ഥയാണ് രമ്യ അവിടെ ഉണ്ടായത്. അതായത് 3 പേരുടെ ജീവൻ, 4 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നത്. രമ്യ, ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ രാഖി, ഗുരുതരമായി പരിക്കേറ്റ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി ചെറിയ തോതിൽ തന്നെ പരിക്കേറ്റ 2 പേരുണ്ട്. നിലവിൽ അവർ ഇപ്പോൾ BJ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കാരണം ഞാൻ നേരത്തെ ആ ദൃശ്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. കാരണം ഒരുപാട് തൊഴിലാളികൾ, അതായത് 100-ലധികം തൊഴിലാളികൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണത്. പലരും വിശ്രമവേളകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് ആ ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് പാളികൾ അടന്നു വീണ മേഖല. ഇത്തരത്തിലൊരു വിശ്രമവേളയിലാണ് ഇത്തരത്തിൽ അവരുടെ മേലേക്ക് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് പാളികൾ പതിക്കുന്നു. വലിയ ഗുരുതരമായി തന്നെ 3 പേർക്ക് പരിക്കേൽക്കുന്നു. ആ 3 പേരുടെ ജീവൻ പൊലിയുന്നു. ബാക്കി 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ അവർ BJ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അത്തരത്തിൽ വലിയങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, വലിയങ്ങാടി മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷന്റെ വിവിധ മേഖലയിൽ ഇത്തരത്തിൽ കാലപ്പഴക്കം വന്ന കെട്ടിടങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഈ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിട നമ്പറുമായി ബന്ധപ്പെട്ടെല്ലാം ഇത്തരത്തിലുള്ള അനധികൃത വിഷയങ്ങളെല്ലാം തന്നെ BJP പലതവണയായി കോർപ്പറേഷൻ കൗൺസിലിലും അതുപോലെ തന്നെ മേയറെയും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അറിയിച്ചിരുന്നു പല ഘട്ടത്തിലായി. പക്ഷേ ഇതിനെതിരെ കൃത്യമായിട്ട് ഒരു നടപടിയെടുക്കാൻ കോർപ്പറേഷൻ ഇതുവരെയായിട്ടും കഴിഞ്ഞ കൗൺസിലിന്റെ കാലഘട്ടത്തിലും ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് BJP ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഈ കൗൺസിലിന്റെ ഈ കോർപ്പറേഷന്റെ കഴിഞ്ഞ തവണത്തെയും അതുപോലത്തെ ഇത്തവണത്തെയും ഈ നിഷ്ക്രിയമായ, അതായത് ഈ വിഷയങ്ങളെല്ലാം ഇടപെടാതെ കൃത്യമായി തന്നെ ഇവ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ ഇന്ന് ഈ 3 പേരുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് BJP ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് BJP നീങ്ങുന്നത്. കാരണം 3 പേരുടെ മരണത്തിനാണ് ഇത് ഇടയാക്കിയത്. ഇവരെ പറ്റി ചോദിക്കാൻ പൊതുപ്രവർത്തകരായ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളത് തന്നെയാണ് BJPയുടെ സിറ്റി അധ്യക്ഷനായിട്ടുള്ള പ്രകാശ് ബാബു ചോദിക്കുന്നത്. കാരണം ഈ കോർപ്പറേഷനകത്തേക്ക് ഇവർ കയറിയപ്പോൾ മേയറോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ആരായണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നുള്ള ചോദ്യമാണ് പോലീസ് CI ഉൾപ്പെടെ ചോദിച്ചത്. എന്നാൽ തന്നെയാണ് ഞങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ എന്നുള്ള ഉത്തരം തന്നെയാണ് പ്രകാശ് ബാബുവും പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിൽ, കാരണം പലതവണ ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രതിഷേധങ്ങൾ
നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളും എല്ലാം കോർപ്പറേഷൻ മേയർക്കും ഉൾപ്പെടെ നൽകിയിട്ടും ഇതിലൊന്നും ഇടപെടാതെ കൃത്യമായി തന്നെ അതിനെല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാട് അതുപോലെ തന്നെ ഇത് പഴയ കെട്ടിടം എന്ന് പറയുമ്പോൾ അത് ഉപയോഗശൂന്യമായിരുന്ന ഒരു കെട്ടിടമല്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഗോഡൌൺ ആയി പ്രവർത്തിക്കുകയായിരുന്നു ഈ കെട്ടിടം. തീർച്ചയായും രാഖി, കാരണം അരി ഗോതമ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ എല്ലാം ഗോഡൌണുകളായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് നിലവിൽ ഇത്. അതായത് ഇത് പഴയ പാസ്പോർട്ട് കെട്ടിടമാണ്. ഇത് 2 വർഷം മുൻപ് നമുക്കറിയാൻ സാധിക്കുന്നു. 2 വർഷം മുൻപ് ഈ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു നീക്കണമെന്ന് കോർപ്പറേഷൻ തീരുമാനമെടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഇത് പൊളിക്കാതെ പല കേസുകളിലും മറ്റും പെട്ട് പൊളിക്കാതെ തുടർന്നു കൊണ്ടുപോയി പിന്നീടാണ് നിലവിൽ കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ മറ്റൊരു സ്ഥാപനത്തിന്റെ പുതിയൊരു സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ തൊഴിലാളികളെല്ലാം സംസാരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. ഇത്തരത്തിൽ വളരെ കാലപ്പഴക്കം ചെന്ന പല കെട്ടിടങ്ങളും ഈ വലിയങ്ങാടി ഭാഗങ്ങളിലെല്ലാം ഉൾപ്പെടെയുണ്ട്. അതെല്ലാം പൊളിച്ചു നീക്കണമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ തൊഴിലാളികളുടെ എല്ലാം ആവശ്യം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടത്തിൽ വീണ്ടും എങ്ങനെയാണ് പുതിയൊരു കെട്ടിടത്തിന് അനുമതി നൽകുന്നത്? അതിന് കോർപ്പറേഷൻ എങ്ങനെയാണ് അതിന് അത്തരത്തിലൊരു അനുമതി നൽകിയത് എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും ഈ തൊഴിലാളികളും അതുപോലെ തന്നെ BJPയും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ്. കാരണം ഇത്തരത്തിൽ ഇത് കൃത്യമായി തന്നെ കോർപ്പറേഷന്റെ അനാസ്ഥയാണ്. ഇത്തരത്തിലൊരു പൊളിഞ്ഞു വീഴാറായ അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്നത് വികസിച്ചൊരു കെട്ടിടത്തിലെ വീണ്ടും അനുമതി കൊടുക്കുന്നു. ഒരു 3 ജീവന് ഭീഷണി ഉണ്ടാകുന്നു. അപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് BJP പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല. അവർ അതിശക്തമായ പ്രതിഷേധവുമായി വീണ്ടും നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ആംബിയൻസ് ലഭ്യമാണ് എങ്കിൽ നമുക്ക് പറയുന്നത്. കാരണം നിലവിൽ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു ഗേറ്റിനകത്തേക്ക് നീങ്ങി വലിയൊരു പ്രതിഷേധത്തിലേക്കാണ്. കാരണം ഈ വിഷയത്തിൽ മേയർ കൃത്യമായി തന്നെ മറുപടി പറയണമെന്ന ആവശ്യം തന്നെയാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിനാൽ തന്നെ ഗേറ്റ് പൂട്ടിയാണ് പോലീസ് ഇപ്പോൾ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഈ ഗേറ്റ് തുറക്കണം, തങ്ങൾക്ക് മേയറുമായി സംസാരിക്കണം, ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി വേണമെന്ന് തന്നെയാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. എന്നാൽ പോലീസ് കൃത്യമായി തന്നെ ഗേറ്റ് അടച്ചുകൊണ്ട് പ്രതിരോധ നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഇത് വലിയൊരു രീതിയിലേക്ക് സംഘർഷത്തിലേക്ക് വരും നിമിഷങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേയർ ഭരണസമിതി അംഗങ്ങളും എല്ലാം കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ തന്നെയുണ്ട്. ഈ സമരക്കാരെ പ്രതിരോധിക്കാനായി ഗേറ്റ് അടച്ചുപൂട്ടി അവർ അകത്തിരിക്കുകയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഈ ഒരു അപകടം നടന്ന മേഖലയിൽ മേയർ ഉൾപ്പെടെ വന്നിരുന്നു. പക്ഷേ കൃത്യമായി തന്നെ യാതൊരു വിധത്തിലുള്ള മറുപടിയും മേയർ അവിടെ ഒന്നും നൽകിയിട്ടില്ല. കാരണം ഞാൻ പരിശോധിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ സ്ഥലം സന്ദർശിക്കട്ടെ എന്നുള്ള ഒരു മറുപടി തന്നെയാണ് മേയർ ആ നിമിഷങ്ങളിലെല്ലാം നൽകിയിട്ടുള്ളത്. അതിനെ തുടർന്ന് മേയർ കോർപ്പറേഷനിലേക്ക് എത്തിയിട്ടുണ്ട് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇതിനാൽ തന്നെയാണ് പോലീസ് കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ മേയർക്കും മറ്റുള്ളവർക്കും മറ്റു കൗൺസിലേഴ്സിനും നൽകുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഗേറ്റുകളെല്ലാം അടച്ചുകൊണ്ടാണ്. കാരണം കൃത്യമായി തന്നെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാട് പോലീസ് കൈക്കൊള്ളുന്നത്. കാരണം മേയർ ഉൾപ്പെടെ കോർപ്പറേഷനകത്ത് ഉണ്ട് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഗേറ്റ് അടച്ചുകൊണ്ട് ഒരു പ്രതിരോധം പോലീസ് സൃഷ്ടിക്കുന്നത്. എന്നാൽ കൃത്യമായി തന്നെ ഈ പ്രവർത്തകർ ഉൾപ്പെടെ കൃത്യമായി തന്നെ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ മേയർക്കെതിരെ ഈ വിഷയത്തിൽ കുലക്കുറ്റം. നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് BJP പ്രവർത്തകരും ഒപ്പം പോലീസും തമ്മിൽ വാക്കേറ്റം നടക്കുന്നു എന്നുള്ളതാണ്. അവർ എന്താണ് സംസാരിക്കുന്നത്? കൃത്യമായി തന്നെ. കാരണം ഇവരുടെ BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആവശ്യം ഇതിനകത്തേക്ക് കയറണമെന്ന് തന്നെയാണ്. കാരണം ഈ ഗേറ്റ് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്നത് തന്നെയാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പല കാര്യങ്ങളും ആവശ്യപ്പെടാണ്ട് ഞങ്ങൾക്ക് അവിടെ മീറ്റിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നമുക്ക് മീറ്റിംഗ് ഉണ്ട് അവിടെ പറ്റിട്ടില്ല. അല്ല നിങ്ങളാരാ ചോദിക്കാൻ? അതിനേക്കാൾ വലിയ അധികാരം ഇവിടെ പോകുന്നു. നിങ്ങൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ തൊള്ളിക്കാറിക്കോളാം. നിങ്ങളായിട്ട് വാരം ഉണ്ടാക്കരുത്.
നിങ്ങൾ അനാവശ്യ പിടിവാശിയാണ് ഈ കൗൺസിലർമാർ എന്തിനു ആരെ വെയിറ്റ് ചെയ്യാൻ എല്ലാ ദിവസവും ടിക്കറ്റ് കൂടി വെച്ചിട്ടാണ് ഇവർ കാരണം എല്ലാ ദിവസവും നിങ്ങൾ എടുക്കലുണ്ടോ? അത് കൗൺസിലർമാർക്ക് കയറണം. കൗൺസിലർമാർക്ക് നിങ്ങൾ കയറ്റുന്നില്ല, ഞങ്ങൾ നോക്കാം. പൊളിച്ച ആൾക്കാർ തടഞ്ഞു വെക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലാണ്ട് വേറെന്താ ഞാൻ എതിരെ പോവാൻ കോഴിക്കോട് വല്യങ്ങാടിയിലെ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം തകർന്നിന്ന് 3 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കോർപ്പറേഷന്റെ ഗുരുതരമായ അനാസ്ഥയാണ് 3 പേരുടെ ജീവനെടുത്തത് എന്നുള്ളതാണ്. കോർപ്പറേഷന്റെ ഗുരുതരമായ അനാസ്ഥ ചൂണ്ടിക്കാട്ടി BJPയുടെ അതിശക്തമായ പ്രതിഷേധം കോർപ്പറേഷന് നേരെ നടക്കുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് കീഴടങ്ങുന്നു എന്നുള്ളതാണ് ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ രമ്യ ലൈനിൽ ഉണ്ടെങ്കിൽ രമ്യ, ഈ പ്രതിഷേധക്കാർക്ക് പോലീസ് കീഴടങ്ങുകയാണോ? ഒരു കാരണവശാലും അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന പിടിവാശിയിലായിരുന്നു പോലീസ്. മേയറും ഭരണസമിതി അംഗങ്ങളും കവാടം പൂട്ടി കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഒളിക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നു. എങ്ങനെയാണ്, എന്താണ് പ്രകാശ് ബാബു പറയുന്നത്? തീർച്ചയായും നമുക്ക് ആ പ്രതികരണം ലഭ്യമാണ് എങ്കിൽ പ്രതികരണത്തിലേക്ക് പോകാം. നിലവിൽ ഇപ്പോൾ കയറ്റിവിട്ടിട്ടുള്ള രാജി രാഖി, നിലവിൽ ഇപ്പോൾ കൗൺസിലർമാരെ മാത്രമാണ് കോർപ്പറേഷനകത്തേക്ക് പോലീസ് കയറ്റിവിട്ടിട്ടുള്ളത്. കൗൺസിലർമാർ ഉൾപ്പെടെ കോർപ്പറേഷനിലേക്ക് കയറി കാലത്ത് ഒരു പ്രതിഷേധക്കാർക്ക് ഒടുവിൽ കീഴടങ്ങുകയായിരുന്നു പോലീസും ഭരണസമിതിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൗൺസിലർമാരെ കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് അവർ പ്രവേശിപ്പിച്ചു. അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിനുള്ളിലും നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അല്പസമയം മുൻപാണ് കോഴിക്കോട് വല്യങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീട് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. 4 പേർക്കാണ് പരിക്കേറ്റത്. അതിശക്തമായ പ്രതിഷേധം വിഷയത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP നടത്തുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ BJP കൗൺസിലർമാരുടെ അതിശക്തമായ പ്രതിഷേധമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. വിനോദ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് കോഴിക്കോട് വല്യങ്ങാടിയിലാണ് പഴയ കെട്ടിടം തകർന്നു വീണ്, അതായത് പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടമാണ്. പക്ഷേ ഇപ്പോഴും ആ കെട്ടിടത്തിൽ ഒരു സ്ഥാപനത്തിന്റെ ഗോഡൌൺ പ്രവർത്തിക്കുകയായിരുന്നു. ആ ഗോഡൌണിൽ സാധനം ഇറക്കിയ ശേഷം വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് മേലാണ് അവിടുത്തെ സ്ലാബ് തകർന്നു വീണ് അവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ വിഷയത്തിൽ കോർപ്പറേഷന്റെ ഗുരുതരമായ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു അതിശക്തമായ പ്രതിഷേധമാണ് BJP സംഘടിപ്പിക്കുന്നത്.
2 വർഷം മുൻപേ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവ് കോർപ്പറേഷൻ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർ പിന്നീട് ഒരു നടപടിയും സ്വീകരിച്ചില്ല, വെറുതെ ഒരു ഉത്തരവിറക്കി. ഇപ്പോൾ ഒരാഴ്ച മുൻപാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുൻപ് ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ തുടർച്ച എന്നോണം എങ്ങനെയാണ് കാലപ്പഴക്കം ചെന്ന് പൊളിച്ചു മാറ്റണമെന്ന് അവർ തന്നെ ഉത്തരവിറക്കിയ കെട്ടിടം പിന്നീട് മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഗുരുതരമായ അനാസ്ഥയാണ് 3 പേരുടെ ജീവനെടുത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ കോർപ്പറേഷൻ കെട്ടിടത്തിൽ മേയറുടെ ചേംബറിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അതിശക്തമായ പ്രതിഷേധമാണ് BJP കൗൺസിലർമാർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമാണ് ഈ വല്യങ്ങാടി എന്ന് പറയുന്നത്. ആ വല്യങ്ങാടിയിലെ പഴയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബാണ് ഇന്ന് തകർന്നു വീണ് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. രമ്യയിലേക്ക് പോവുകയാണ്. രമ്യ, ഇപ്പോൾ BJP കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് കോർപ്പറേഷനുള്ളിൽ നടക്കുന്നത്. അത് മേയറുടെ ചേംബറാണ്. രമ്യ, എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? മേയറുടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറുടെ ചേംബറിൽ അവരുടെ മേശവിരിപ്പായി ഒരു കറുത്ത കൊടി അല്ലെങ്കിൽ കറുത്ത ഷോൾ അണിയിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധമാണ് BJP കൗൺസിലർമാർ കോഴിക്കോട് കോർപ്പറേഷനിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് BJP കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ചിരുന്നത്. അതിന് പിന്നാലെ കവാടം പൂട്ടിയിരുന്ന പോലീസ് അധികാരികൾ BJP കൗൺസിലർമാർക്ക് വേണ്ടി അവിടെ കവാടം തുറന്നു കൊടുത്തു. ഒടുവിൽ BJP കൗൺസിലർമാർ കോർപ്പറേഷനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ മേയറുടെ ചേംബറിലാണ് അതിശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കുന്നത്. രമ്യ, എങ്ങനെയാണ് മേയർ അവിടെ അകത്തുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ ഒഴിഞ്ഞ കസേരയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മേയർ അവിടെ ഇല്ലേ? അതിശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ BJP കൗൺസിലർമാർ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് വല്യങ്ങാടിയിലെ പഴയ പാസ്പോർട്ട് കെട്ടിടം തകർന്നു വീണാണ് ഇന്ന് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ബീച്ച് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കോർപ്പറേഷന്റെ ഗുരുതരമായ അനാസ്ഥയാണ് 3 പേരുടെ ജീവൻ എടുത്തത് എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് മേയറോട് സംസാരിക്കാൻ വന്ന അപ്പൊ നമ്മൾ കൗൺസിലർമാരടക്കം കടത്തിവിടാണ്ട CI നമ്മളെ പിടിച്ച് തള്ളിയിട്ടും നിലത്തൂടെ വലിച്ചെടുക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൗൺസിലർമാരാണ്, ഞങ്ങൾ മേയറോട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വന്ന പറഞ്ഞു. അതിനടക്കം CI സമ്മതിച്ചില്ല. എന്നിട്ട് പിടിച്ച് വലിച്ച് ഇതാക്കി സെക്രട്ടറിയോട് ചോദിക്കണമെന്ന്. സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ്? ഞങ്ങൾക്ക് കീഴിലുള്ള ആളല്ലേ സെക്രട്ടറി. ജനപ്രതിനിധി ഞങ്ങൾ തെരഞ്ഞെടുക്കുക ജനപ്രതിനിധികളല്ലേ. ഞങ്ങൾ മേയറോട് കാര്യങ്ങൾ കണ്ട് സംസാരിക്കാൻ വന്നതാണ്. അല്ലാണ്ട് വേറെ മേയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളമാതിരിയുള്ള അതേമാതിരി ജയിച്ച കൗൺസിലറാണ്. അപ്പൊ ഞങ്ങൾ പരാതികൾ പറയണ്ടേ? 3 ആൾ മരിച്ച കേസല്ലേ, അതിന് വന്നാണ് ഞങ്ങൾ. ഇതിന്റെ മുന്നേ പലതും ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിലുള്ള പല അൺഫിറ്റ് ആണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലതിനും നടപടികൾ എടുക്കുന്നില്ല. നടപടികൾ ഇവരെല്ലാം എടുക്കേണ്ടത്.
മേയർ എവിടെ പോയി? ഞങ്ങൾ മേയറെ വെയിറ്റ് ചെയ്യാണ്. മേയർ കണ്ടിട്ട് കാര്യങ്ങൾ പറയണം എന്താണെന്ന്. ബഡ്ജറ്റ് സമ്മേളനമൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് അതായത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ ഇതാക്കണ്ടേ. ഇപ്പം എന്ന് പറഞ്ഞാൽ 3 ആളാണ് മരിച്ചത്. അത്രയും സീരിയസ് ഉള്ള സംഗതി പറയുമ്പോൾ അടക്കം ആളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഓ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രതിഷേധത്തിൽ ഞങ്ങൾ പോകും. രമ്യ, നമുക്ക് കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകാം. രമ്യ, പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം മേയർ തീർച്ചയായും